ഇന്ന് ഞാനൊരു രാജാവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രാജാവിനൊരു റാണിയുണ്ട്. ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണേ. രാജാവിന്റെ ബിസിനസ് എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിങ്കല്ല് പൊട്ടിക്കലാണ്. മൂപ്പർക്ക് ഒരു കോറിയുണ്ട്. പിന്നെ രാജാവിന് കുറച്ച് പടയാളികളുണ്ട്. പടം തുടങ്ങുന്നത് ഫ്ലൈറ്റിൽ ഒരു ഡൂഡ് ഒരു പെണ്ണിനെ ശല്യം ചെയ്യണ്. അപ്പം നമ്മുടെ ബായി അത് കാണും. ബായി കാണുമ്പോ അവനിട്ടൊരെണ്ണം കൊടുക്കും. നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടിയരിയേണ്ടത് വിരലുകളല്ല, തലയാണ്. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. രാജാവ് എന്നിട്ട് ആ പെണ്ണിനെ രക്ഷിക്കും. പക്ഷെ രാജാവ് തല്ലിയത് നമ്മുടെ കട്ടപ്പയുടെ മോനെയാണ്. കട്ടപ്പ അവിടുത്തെ വലിയ മന്ത്രിയാണ്. അപ്പം കട്ടപ്പ രാജാവിനെ പിടിച്ചോണ്ട് വരാൻ പോലീസുകാരോട് പറയും. പോലീസുകാരെ എന്നിട്ട് കൊട്ടാരത്തേക്ക് പോകും. കൊട്ടാരത്തേക്ക് പോകുമ്പോൾ രാജാവിൻ്റെ ജനങ്ങളെ നമ്മുടെ പോലീസുകാരെ അറ്റാക്ക് ചെയ്യും. പോലീസിന്റെ ലിസ്റ്റിൽ റൗഡി എന്ന് പേരുള്ളവൻ ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ രാജാവും റാണിയും ഒരു കല്യാണത്തിന് പോവും. കല്യാണത്തിന് പോകുമ്പോൾ അവിടുത്തെ കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണിനും കാണുമ്പോൾ രാജകുമാരിക്ക് ഡാൻസ് കളിക്കണമെന്ന് നമ്മുടെ രാജാവിനോട് പറയും. എന്നിട്ട് അവർ ഡാൻസ് കളിക്കാൻ പോവും. ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ, താഴം പൂവോ താമരത്താഴോ തേനോ തെന്നിലാവോ, മാമഴമുത്തോ മല്ലിക്കൊഴുന്തോ മീനോ മാറിവില്ലോ. പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാജാവും രാജകുമാരിയും കാർ ഓടിച്ച് പോകുന്ന സമയത്ത് കുറച്ച് ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അപ്പം നമ്മുടെ സല്ലൂബായി കാറിൻ്റെ മുകളിൽ കയറിയിരിക്കും. എന്നിട്ട് തല്ല് കൊള്ളാനായിട്ടുള്ള ഗുണ്ടകളൊക്കെ ഓടി വരും. ഓടി വരുമ്പോൾ നമ്മുടെ സല്ലൂബായി കാലുകൊണ്ട് സൈക്കിൾ ചവിട്ടും നമ്മുടെ ഗുണ്ടകളെയൊക്കെ കൂടി. ഇത് എന്നിട്ടാണത് സൈക്കിൾ ചവിട്ടുന്നതാ. ഇതൊക്കെ എന്ത്? നമ്മുടെ ബായ എന്നിട്ട് അവന്മാരെ കിടിച്ചു കൂട്ടും. എന്നിട്ട് കൊട്ടാരത്തേക്ക് പോവും. എന്നിട്ട് ചായ കുടിക്കായിരിക്കും. എൻ്റെ പൊന്നു ഗൈസ്, നമ്മുടെ ബായി ചായ കുടിക്കുന്ന സീൻ നോക്കിക്കോട്ടാ. ഇത് ചായ കുടിക്കുന്നതാണോ ചാണകം ചവിട്ടി എക്സ്പ്രഷനാണോ? ഇങ്ങനെയാണോ അവിടെ ഒരു ചായ കുടിക്കുന്ന സീൻ ചെയ്യണ്ടേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഒരു ദിവസം കൊട്ടാരത്തേക്ക് ഒരു ഡൂഡ് വന്നിട്ട് എന്നെ രക്ഷിക്കണം, കുറച്ച് പേര് എന്നെ അറ്റാക്ക് ചെയ്യണമെന്ന് രാജാവിനോട് പറയും. അപ്പം രാജാവ് അവരൊക്കെ തല്ലാൻ പോവും. അപ്പം അങ്ങോട്ട് നമ്മുടെ റാണി വരും. റാണിക്ക് രണ്ട് വെടി കൊള്ളും. വെടി കൊണ്ടിട്ട് പടവും. അപ്പുകുട്ടാ, നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. പിന്നെ ഒരു ദിവസം ഒരു ഡോക്ടർ നമ്മുടെ രാജാവിനെ വിളിക്കും. റാണീനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറാ. മൂപ്പര് എന്നിട്ട് പറയും റാണിയുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, ലങ്സും കണ്ണും ഹാർട്ടും. അപ്പം നമ്മുടെ രാജാവ് റാണിയുടെ ഓർഗൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള പേഷ്യൻസിനെ കാണണമെന്ന് പറഞ്ഞിട്ട് പോവും. രാജാവിനെന്ത് ക്യൂ വഴിയൊരുക്കടാ. ഉത്തരവ്. രാജാവ് വന്നിട്ട് സ്റ്റേഷൻ്റെ അവിടെയുള്ള ഒരു ടാക്സിക്കാരനെ വിളിച്ചിട്ട് ആ പേഷ്യൻ്റ് ഉള്ള സ്ഥലത്തേക്ക് പോവും. ആ ടാക്സിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാ തുറന്ന് അടയ്ക്കാൻ ഭയങ്കര പ്രയാസമുള്ള ആളാ. వెంకటేశ్వర రాజశేఖర రెడ్డి, యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి, అల్లరి నాగేంద్ర విజయవాడ, అల్లుడు గొప్ప ടാക്സിക്കാരൻ്റെ തള്ളു സഹിക്കാൻ പറ്റാണ്ട് രാജാവ് പൈസ വാരി എറിഞ്ഞ് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് രാജാവ് വന്നിട്ട് റാണിയുടെ ലങ്സ് കൊടുത്ത പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് എത്തും. അവിടെ എത്തുമ്പോൾ ആ പേഷ്യൻ്റ് ഉള്ള സ്ഥലം മൊത്തം പുകയാണ് ഗൈസ്. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ഇത് കാണുമ്പോൾ ടെൻഷനായിട്ട് നമ്മുടെ രാജാവ് എൻ്റെ റാണിയുടെ ശ്വാസകോശമുള്ള സ്ഥലത്ത് പൊല്യൂഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫാക്ടറിക്കാരനെ കണ്ടിട്ട് പൈസ വാരി എറിയും. ഇത് എന്നിട്ടത് പേപ്പറാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ആ പഞ്ചായത്തിൽ പൊല്യൂഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജാവ് ആ പഞ്ചായത്തിൽ പോയിട്ട് ഒരു കളർ എറിഞ്ഞിട്ട് ഒരു ഡാൻസ് അങ്ങ് കളിക്കും. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. ഒരു കയ്യബദ്ധം
നാറ്റുകരുത്. പിന്നെ നമ്മുടെ രാജാവ് റാണിയുടെ കണ്ണ് കൊടുത്ത പേഷ്യന്റിന്റെ അടുത്തേക്ക് പോവും. അത് നമ്മുടെ കാജലാണ്. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പിന്നെ നമ്മുടെ രാജാവ് റാണിയുടെ കാട്ട് കൊടുത്ത പേഷ്യന്റിന്റെ അടുത്തേക്ക് പോവും. പിന്നെ നമ്മുടെ ഭായി അവളുടെ അപ്പൻ്റെ അടുത്തേക്ക് പോവും. അവളുടെ അപ്പൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അയാൾ പറയും ഇവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ അവളെ തേച്ചു, അത് കാരണമാണ് ഇവളുടെ കാട്ട് പോയി എന്ന് പറയും. ഇത് കേട്ട് ടെൻഷനായിട്ട് നമ്മുടെ ഭായി അവൻ ഇടിച്ചു കൂട്ടാനായിട്ട് ജിമ്മിക്ക് പോവും. എന്നിട്ട് അവൻ ഇടിച്ചു കൂട്ടും. പിന്നെ പടം തീരാറായപ്പോൾ നമ്മുടെ കട്ടപ്പ മോനെ തല്ലിയെന്നെ റിവഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഭായിനെ വിളിക്കും. ഭായിനെ വിളിച്ചിട്ട് നമുക്ക് തല്ലി തീർക്കടാ എന്ന് പറയും. പിന്നെ നമ്മുടെ കട്ടപ്പ കാജലിനെയും പിന്നെ മറ്റേ ഓർഗൻസൊക്കെയുള്ള പിള്ളേരെയൊക്കെ കിഡ്നാപ്പ് ചെയ്യും. അപ്പം നമ്മുടെ രാജാവ് അവരെ രക്ഷിക്കാനായിട്ട് പടയാളികളെയും കൊണ്ടുവരും. കഴിഞ്ഞോ ഷേർഖാൻ? അതോ ഇനിയും ഒരു 100 പേരെ കൂടെ അയക്കുന്നോ? പിന്നെ നമ്മുടെ രാജാവും പടന്മാരും ചേർന്നിട്ട് അവന്മാരെ കിടിച്ചു കൂട്ടും. എന്നിട്ട് നമ്മുടെ കട്ടപ്പയുള്ള സ്ഥലത്തേക്ക് പോവും. അപ്പം കുറേ പേര് അവർ വെടിവെക്കും. അപ്പം അപ്പുറത്ത് കിടക്കുന്ന ഷീറ്റ് വെച്ചിട്ട് ആ ബുള്ളറ്റൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും ഈ പേട്ട ഷീറ്റ് വെച്ച് എങ്ങനെയാണ് ഈ ബുള്ളറ്റൊക്കെ തടയാന്ന്? കാരണം ഇതൊരു പേട്ടപ്പടാണ്. പിന്നെ നമ്മുടെ രാജാവ് നമ്മുടെ കട്ടപ്പേനെ കൊല്ലും. പിന്നെ നമ്മുടെ രാജാവിനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യും. ചെറിയ കേസിന് ഒരു 500 പേരെ കൊന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോരുന്ന സമയത്ത് രാജാവിൻ്റെ ഫാൻസ് അവിടെ ഉണ്ടാവും. പോലീസിന്റെ ലിസ്റ്റിൽ റൗഡി എന്ന് പേരുള്ളവൻ ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു. രാജാവിൻ്റെ ഫാൻസിനെ കണ്ട് ടെൻഷനായിട്ട് പോലീസുകാർ രാജാവിനെ അറസ്റ്റ് ചെയ്യില്ല. പിന്നെ നമ്മുടെ രാജാവ് ചത്തുപോയ റാണിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ പോവും. അങ്ങനെ പടം കഴിഞ്ഞു.